വ്ളോഗ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കണത് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇപ്പോൾ എക്സാമൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് 28-ാം തീയതി ആണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 4:45 4:30 ഒക്കെ ആയിരിക്കുന്ന ടൈം. അപ്പോൾ ഞങ്ങൾക്ക് 6-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ +1 കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബുക്കിനെ തൊട്ട് നോക്കിയിട്ടില്ല. എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് തന്നെ അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി ആകെ 5 ദിവസമുള്ളൂ പഠിക്കാൻ. അപ്പോൾ ആ ഒരു ടൈമിൽ എങ്ങനെയെങ്കിലും പഠിച്ച് തീർക്കണം എന്നുണ്ട്. 2 ദിവസം എന്തായാലും ലാംഗ്വേജിനെ മാറ്റി വെക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി ബാക്കി 3 ദിവസം ഉണ്ട്. അപ്പോൾ ആ ഒരു 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫുള്ളായിട്ട് പഠിക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് മാത്സോ അല്ലെങ്കിൽ ഫിസിക്സോ കംപ്ലീറ്റ് ആക്കാമെന്ന്. പിന്നെ ലാംഗ്വേജ് എനിക്ക് 8 ദിവസം ലീവ് ഉണ്ട്. അപ്പോൾ അതിൽ കെമിസ്ട്രിയും പിന്നെ ബോട്ടണിയും കംപ്ലീറ്റ് ആക്കാം അങ്ങനെ വിചാരിക്കണത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനെങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ബാക്ക്ഗ്രൗണ്ടും സൗണ്ടൊന്നും മൈൻഡ് ആക്കണ്ട. കാരണം ഞാൻ കുറച്ച് ലൈറ്റ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ച് പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ ബാക്കിൽ അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഞാനങ്ങനെ വലിയ പഠിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. എന്തായാലും ഞാനെങ്ങനെ പഠിക്കണത് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും വൈകുന്നേരമായില്ലേ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ചായ കുടിയും കൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പഠിക്കാനിരിക്കാന്ന്. അപ്പോൾ ചായൻ്റെ കടി മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചായ കുടിച്ചിട്ടില്ല. അങ്ങനെ പപ്സ് കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ പഠിക്കരുന്നത്. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ കെമിസ്ട്രി ഫിസിക്സ് മാത്സ്. അപ്പോൾ കെമിസ്ട്രി ഫിസിക്സ് മാത്സിൻ്റെ ചാപ്റ്റേഴ്സ് എല്ലാതും എഴുതിയെടുത്തതാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ടിക്കറ്റ് വെക്കാം. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒക്കെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ ടിക്കറ്റ് വെച്ചിട്ട് ഏതെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പഠിക്കാം. അങ്ങനെയൊക്കെ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് പിന്നെ കൺഫ്യൂഷൻ വരില്ല. ഇനി ഏതെങ്കിലും പഠിക്കാനുണ്ടോ, ഏതെങ്കിലും മറന്നിക്കണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചതാണ് ഒരു ഡയറിയിൽ. അങ്ങനെ എഴുതി വെച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ടിക്കറ്റ് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ഞാനങ്ങനെ ഭയങ്കര പഠിപ്പിന്നുള്ള ആ ഒരു കൂട്ടത്തിലും അല്ല. എന്നാൽ തീരെ പഠിക്കൂലേ ചോദിച്ചാൽ അങ്ങനെയല്ല കേട്ടോ. ഞാനൊരു മീഡിയം, ഞാൻ ഇപ്പം നല്ല മനസ്സിലാക്കി ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ എനിക്ക് എഴുതാൻ വയ്ക്കും. പക്ഷെ ഞാൻ അതിന് ഇരിക്കില്ല. കാരണം എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എക്സാം അടുപ്പിച്ചിപ്പോൾ എക്സാമിൻ്റെ 2 ദിവസം മുന്നേക്കെ ആയിരിക്കും കേട്ടോ ഫുള്ള് സീരിയസ്നെസ് വരിക. അല്ലോ എക്സാം ആണല്ലോ ഇനിയും പഠിക്കാനുണ്ടെന്നുള്ള ആ ഒരു സീരിയസ്നെസ് വരിക എക്സാമിൻ്റെ തലേന്നോ അതിൻ്റെ മുന്നേ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ആ ഒരു 2 ദിവസം വെച്ചിട്ടേക്കാരം ഫുള്ള് സിലബസ് ഇരുന്ന് പഠിക്കാൻ നോക്കുക. പക്ഷെ അതൊന്നും നടക്കാത്ത സംഭവമാണെന്ന് അറിഞ്ഞാലും പിന്നെ ഞാൻ അയിമക്കന്നെ പോകുക. അത് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ. ഞാൻ 10th റിസൾട്ട് ഇട്ടപ്പോൾ അതിൽ സ്റ്റഡി വ്ളോഗ് ചെയ്യുമോ, പിന്നെ 10th എങ്ങനെയാണ് ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 10th എന്ന് പറയുമ്പോൾ എനിക്ക് 9th വരെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹിന്ദി ആയിരുന്നു. എനിക്ക് ഹിന്ദി എങ്ങനെയാണ് എഴുതണ്ടേന്ന് അറിയില്ല, എന്താണ് സംഭവം എന്ന് പോലും അറിയില്ല. എനിക്ക് അത്രയും ടഫുള്ളൊരു സബ്ജക്റ്റായിരുന്നു ഹിന്ദി. അപ്പോൾ ഹിന്ദി പിന്നെ 10th മുതൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹിന്ദി എന്നാണ്. കാരണം 10th ഞാൻ എക്സാമിനറിൻ്റെ ഒരു ക്ലാസ് എക്സാമിനറിലൊരു സാറുണ്ട്. ആ സാറിൻ്റെ ക്ലാസ് കേട്ടിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ സാറ് നമുക്ക് എല്ലാത്തിൻ്റെയും അർത്ഥം ഇപ്പോൾ ഒന്നിൻ്റെ അർത്ഥം അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ. ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ തന്നെ ആ വേർഡ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും ഹിന്ദിയിൽ. അപ്പം ആ വേർഡ്സിൻ്റെ അർത്ഥവും പിന്നെ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നത് അത് അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം മനസ്സിലാവും കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഹിന്ദി ആ സാറിൻ്റെ ക്ലാസ് കേട്ടത് മുതൽ പിന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയി. എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ പഠിച്ചിട്ട് ഞാൻ സംഭവം ഹിന്ദി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെച്ചാലും മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റാണ് കേട്ടോ ഹിന്ദി. അപ്പോൾ തീരെ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ഹിന്ദി. അപ്പോൾ അത് നമുക്ക് അതിലിപ്പോൾ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് 2-3-4 വേർഡ്സ് ഉണ്ടാവും. ആ വേർഡ്സിൻ്റെ അർത്ഥവും ക്വസ്റ്റ്യൻസിൽ വരുന്ന അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ നമുക്ക് ഹിന്ദി ഈസി ആയിട്ട് പഠിക്കാൻ വയ്ക്കും കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പം ചാപ്റ്റർ ഞാൻ 10th ചാപ്റ്റർ ഇരുന്നങ്ങോട്ട് വായിച്ചിട്ട് ഞാനിപ്പോൾ അത് ഫുള്ളായിട്ട് ഇമാജിൻ ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ലൈഫിൽ നടക്കണ പോലെ ഞാനത് ഇമാജിൻ ചെയ്യും. എന്നിട്ട് ഞാനതൊരു കഥ പോലെ അങ്ങനെ ഇമാജിൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്രാമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറേ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഡൗട്ട് ചോദിക്കാനൊക്കെ നമുക്കങ്ങനെ വെയ്ക്കുണ്ടാവില്ല. പക്ഷേ ക്ലാസ് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ക്ലാസ് കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് പിന്നെയും റിവൈൻഡ് ചെയ്തിട്ട് പിന്നെയും കണ്ട് നമ്മളെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അത് യൂട്യൂബ് ക്ലാസ്സാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കേട്ടോ ഈ ഒരു 10th ആ ഒരു ടൈമിലൊക്കെ. അപ്പം
ഇംഗ്ലീഷിൻ്റെ ഗ്രാമറൊക്കെ ഞാൻ ഫുള്ള് യൂട്യൂബ് ക്ലാസ് കേട്ടിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ കുറേ ഇക്വേഷൻസും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഷോർട്ട് നോട്ട് പോലെ ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെക്കും. ഇക്വേഷൻസ് എല്ലാം ഞാനൊരു പേപ്പറിൽ എഴുതി വെക്കും. എന്നിട്ട് നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻസും PYQ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10th നിന്ന് ഇഷ്ടംപോലെ PYQs ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മളെ മറ്റേ ബുക്ക് സ്റ്റോളിൽ നിന്ന് ക്വസ്റ്റ്യൻ ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ച് അതിൽ കുറേ റിപ്പീറ്റഡായി വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മാർക്ക് മേടിക്കാൻ പറ്റും മാത്സും ഫിസിക്സും കെമിസ്ട്രിയിലൊക്കെ. പിന്നെ നമ്മൾ കെമിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ കുറേ ബേസിക് അറിഞ്ഞാൽ തന്നെ നല്ലോണം എഴുതാൻ വയ്ക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. പക്ഷേ +1 അങ്ങനെ ഒന്നുമല്ല കേട്ടോ. +1 സയൻസ് എടുത്താൽ കെമിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ 10th പോലെ തന്നെ ഒന്നുമല്ല. പിന്നെ ഞങ്ങൾ പഠിക്കുമ്പോൾ എന്നുള്ളത് വെച്ചാൽ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് പഠിക്കുക. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഞാൻ യൂട്യൂബ് ക്ലാസ് കേൾക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പിന്നെ വല്ല സ്ക്രോൾ ചെയ്ത് അടിയിൽ പോയിട്ട് ഷോർട്സ് കാണും. എന്നിട്ട് ഷോർട്സ് കണ്ടായിരുന്നാൽ പിന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കുറേ ഷോർട്സ് കണ്ടിങ്ങോട്ട് ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പഠിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ വല്ല റീൽസിലായി പിന്നെ പഠിക്കാനുള്ള ആ ഒരു മൂടന്നെ അങ്ങോട്ട് പോകും. അപ്പം നിങ്ങൾ അങ്ങനെ കഴിയുന്നതും ഫോണില്ലാതെ നോക്കുക. അതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുമ്പം ഇപ്പം നിങ്ങൾ ഒരു 6 മണിക്കൂർ അങ്ങനെ ആ ഒരു അത്രയും നീണ്ട സമയമൊക്കെ ഇരുന്ന് പഠിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാതെ കുറച്ച് ടൈം നമ്മളിപ്പോൾ ഒരു ½ an hour ബ്രേക്കൊക്കെ എടുത്തിട്ട് പഠിക്കുക കേട്ടോ. ഫോൺ കളിച്ചിരിക്കുകയാണെന്നല്ല പറഞ്ഞത്. ഇപ്പം നമ്മൾ അപ്പോൾ ബ്രേക്ക് എടുക്കാൻ വിചാരിച്ചാൽ പിന്നെ ഫോൺ തോണ്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈം പോകണത് തന്നെ അറിയില്ല. അപ്പോൾ അതിലേറെ നല്ലത് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് ബ്രേക്ക് എടുത്ത് പഠിക്കണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ ക്ലാസ് കേട്ട് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ വേറെ എഴുതാനോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇംഗ്ലീഷിൽ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്കങ്ങനെ ക്ലാസ് കേട്ടിരിക്കുമ്പോൾ എനിക്കങ്ങനെ ഉറക്കം വരും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക അത് മാറ്റി വെച്ചിട്ട് ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് മാത്സിൽ ഏതെങ്കിലും പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ഇരുന്ന് ചെയ്യാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ഒരു ഉറക്കം അങ്ങോട്ട് പോകും. ആ പ്രോബ്ലംസൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഉറക്കം പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. പിന്നത്തെ ഒരു ടിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ കുറേ ലോസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ വായിച്ച് തന്നെ പഠിക്കണമല്ലോ. എന്നിട്ട് അത് ഇപ്പം നിങ്ങളെ മുമ്പിൽ ഒരു കുട്ടി ഇരിക്കുകയാണ്, നിങ്ങൾ ടീച്ചറാണെന്നുള്ള ആ ഒരു ഇമാജിനേഷനിൽ നിങ്ങൾ വേറൊരാൾക്ക് പഠിപ്പിച്ച് കൊടുക്കുകയാണെന്നുള്ളൊരു അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് അങ്ങനെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പഠിക്കുമ്പോൾ അതും നിങ്ങളെ തലയ്ക്ക് പെട്ടെന്ന് തന്നെ ഫീഡ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഫിസിക്സിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ നോട്ട് നോക്കി പഠിക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഡിറൈവേഷൻസ് നമുക്കിതിപ്പോൾ എവിടുന്നാണ് വന്നത് നമുക്കൊന്നും മനസ്സിലാവാത്ത കുറേ ഡിറൈവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കുക, ടീച്ചേഴ്സിനോട് ചോദിക്കുക. അങ്ങനെ ആരെങ്കിലും ഹെൽപ്പൊക്കെ ചോദിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഞാൻ പിന്നെ ക്ലാസ് കേൾക്കണോണ്ട് അതിൽ തന്നെ ഇപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് എല്ലാം എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ട് അങ്ങനെ ഡൗട്ടൊന്നും വരലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിക്കൽ. ഇവിടെയുള്ള മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫോണാണ്. ഫോണൊരു വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. ഞാൻ 10th പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനങ്ങനെ യൂട്യൂബ് ചാനലൊന്നുമില്ല. പിന്നെ അതല്ല എനിക്ക് ഇൻസ്റ്റ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഫോണില്ല കേട്ടോ. അപ്പോൾ ഇമ്മച്ചിൻ്റെ ഫോണിലാണ് ഞാൻ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ ഇമ്മച്ചിൻ്റെ ഫോണിലാണ്. അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ TV-യിലായിരുന്നു കേട്ടോ. ഫോണിലല്ല കൂടുതൽ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ യൂസേജ് അന്ന് കുറവായിരുന്നു. പിന്നെ ഇൻസ്റ്റ ആ ഒരു ടൈമിൽ ഞാൻ ഇൻസ്റ്റ ഫുള്ളായിട്ട് ഡിലീറ്റ് ആക്കി, ലോഗൗട്ടൊന്നുമല്ല ഫുള്ള് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ റീൽസ് സ്ക്രോൾ ചെയ്യാനും അങ്ങനെ അതിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നല്ലൊരു നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ ഡിലീറ്റ് ആക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അടുത്തത് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫായ സബ്ജക്റ്റാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് മാത്സും ഫിസിക്സും ഒക്കെ ടഫാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം നല്ല മനസ്സിലാക്കി പഠിച്ച് അതിന് നല്ല ടൈം എടുത്ത് പഠിക്കണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായ സബ്ജക്റ്റ് എടുത്തിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് പഠിക്കാൻ വിചാരിക്കുമ്പോൾ നമുക്ക് അതിന് ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് ടഫായ സബ്ജക്റ്റ് നല്ല മനസ്സിലാക്കി പഠിക്കണമായിരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും അത്. പിന്നെ ഒരു സംഭവം ഞാൻ ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരലോ ഒരുമാതിരി ക്ഷീണോ അങ്ങനെയൊക്കെ തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, എൻ്റെ അവിടെ 2 ലിറ്ററിൻ്റെ ഒരു കുപ്പിയുണ്ട്, അതിൽ ഞാൻ ഫുള്ള് വെള്ളം നിറച്ച് കൊടുന്ന് വെക്കലുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇടവിട്ടിട്ടോ അങ്ങനെ വെറുതെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും.
കുടിക്കും. അപ്പോൾ തന്നെ നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഒരു റിഫ്രഷ് ആയൊരു ഫീൽ തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കണം, ഇങ്ങനെ ഇടവിട്ട് വെള്ളം കുടിക്കണത് കുറച്ചും കൂടെ നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ 10th നിന്നും +1 നിന്നും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കേട്ടോ. ഇപ്പോൾ +1 എന്നൊക്കെ പറയുമ്പോൾ ഫിസിക്സിലൊക്കെ ഇഷ്ടം പോലെ, ഫിസിക്സിൽ മാത്രമല്ല മാത്സിലും ഉണ്ട്, കെമിസ്ട്രിയിലും ഒക്കെ ഡിറൈവേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ ഞാൻ ഡിറൈവേഷൻസ് ഇപ്പോൾ പഠിക്കുമ്പോൾ 2 വട്ടമൊക്കെ വായിച്ച് പഠിച്ച് ഇത് അല്ലെങ്കിൽ എഴുതി പഠിച്ചാൽ ഓക്കെ ഇത് എനിക്ക് കിട്ടി എന്നുള്ള ആ ഒരു മൈൻഡിൽ ഞാൻ ഫുള്ള് സെറ്റാണെന്നുള്ള ആ ഒരു മൈൻഡിൽ വെക്കും. പക്ഷേ പിന്നെ എനിക്ക് എക്സാം പേപ്പർ കിട്ടുമ്പോഴും പരീക്ഷ എഴുതാൻ നേരത്തും എനിക്ക് ഒന്നും ഓർമ്മ കിട്ടില്ല, ഞാൻ ഫുള്ള് മറക്കും കേട്ടോ. അതെനിക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് നമ്മളത് 2 വട്ടം എഴുതിയാലൊന്നും പോരാ, അതൊരു 5-6 വട്ടം കുറേ എഴുതി പിന്നെയും പറഞ്ഞ് പഠിച്ച് നമ്മളെ തലയിലോട്ട് എന്നാലേ ഫീഡാവുള്ളൂ. അല്ലേ നമ്മൾ എക്സാമിൻ്റെ ആ ഒരു ടൈം വെച്ചിട്ട് ഫുള്ളായിട്ട് മറന്നു പോകും. എനിക്കത് കുറേ അനുഭവം ഉണ്ടായിരിക്കണം. എനിക്ക് ഡിറൈവേഷൻസ് ഒന്നും എക്സാമിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ കിട്ടില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര ഇടങ്ങേറ് പിടിച്ചൊരു സംഭവമാണ്. അപ്പോൾ ഹിന്ദിയൊക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഫുള്ള് ചാപ്റ്ററിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കാൻ വയ്ക്കില്ല, അതെന്തായാലും ഉറപ്പാണ്. പക്ഷേ ചാപ്റ്ററിൽ ആ ഒരു ചാപ്റ്ററിലാണെങ്കിൽ മെയിനായിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ടാവും. ആ വേർഡ്സിൻ്റെ അർത്ഥം അത് ഇങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് വേർഡ്സൊക്കെ കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ തന്നെ ആൻസറൊക്കെ സെറ്റ് ആവും കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങളൊരു ഡയറി പഠിക്കുകയാണെങ്കിൽ തന്നെ ആ ഡയറിനെ ലെറ്ററായിട്ട് എഴുതാനും ഒക്കെ പറ്റും ഹിന്ദിയിൽ. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യൽ. +1 നിന്നും 10th നിന്നും ഞാൻ ഇങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഓക്കെ ബൈ, ടാറ്റാ.